നിസ്കാരം നേർക്കേറെ നിസ്കരിക്കാത്ത ആളെ 3 വട്ടം മടക്കി വിട്ടില്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ വെച്ചൊരു സഹാബി നിസ്കരിക്കാണ്. തങ്ങൾ പുറത്തുനിന്ന് ആ നിസ്കാരം ഇങ്ങനെ നോക്കി. നിസ്കാരം കഴിഞ്ഞു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി പോയി നിസ്കരിക്കണം, നിസ്കാരം ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്കുന്നു പറഞ്ഞു. സഹാബി രണ്ടാമതും പോയി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങണം, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. രണ്ടാമതും പോയി നിസ്കരിച്ചു വന്നപ്പോ 3-ാമത്തെ തവണ തങ്ങൾ പറഞ്ഞു, ഒന്നുകൂടി പോയി നിസ്കരിക്കണം, നിസ്കാരായിട്ടില്ല. 3-ാമത്തതിലോ 4-ാമത്തതിലോ ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി യാ റസൂലല്ലാഹ്, നിസ്കാരം എനിക്ക് പഠിപ്പിച്ചു തരണം. എത്ര വട്ടം വിട്ടാലും എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ അറിയുള്ളൂ, ഇങ്ങനെ നിസ്കരിക്കാൻ അറിയുള്ളൂ. എന്താണ് ആ സ്വഹാബിന്റെ നിസ്കാരത്തിലുള്ള പ്രശ്നം? അത് തന്നെയാണ് ഇന്ന് മിക്ക നിസ്കാരത്തിലുള്ള പ്രശ്നം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ നിസ്കാരത്തിലുള്ള കളവ്, നിസ്കാരത്തിലുള്ള മോഷണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കാരം കൊണ്ട് ശരിക്കും പറഞ്ഞു കൊടുത്തു. ആദ്യമായി നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഫാസ്ബിഗിൽ വുളൂ പൂർണ്ണമായി എടുക്കണം. വുളൂ പൂർണ്ണമായി എടുക്കുമ്പോഴേ നിസ്കാരത്തിൽ അതിനുള്ള ഭക്തി ഉണ്ടാവുള്ളൂ. പൂർണ്ണമായിട്ട് വുളൂ എടുക്കണം. വുളൂയിൽ 2 സ്ഥലത്താണ് പ്രധാനമായിട്ടും ചൊല്ലാൻ ദിക്റുള്ളത്. കുളിക്കും അങ്ങനെ തന്നെയുള്ളത് കാര്യമായിട്ട്, തുടക്കത്തിലും ഒടുക്കത്തിലും, അല്ലെ? ആ തുടക്കത്തിലും ഒടുക്കത്തിലുള്ള ദിക്റുകളൊക്കെ പാലിച്ചുകൊണ്ട് ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് ഒരു വുളൂ, കറാഹത്തുകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള വുളൂ. ഒരു കറാഹത്തും വരാത്ത വുളൂ ആണോ ആ വുളൂവോടുകൂടുള്ള നിസ്കാരവും എല്ലാ സുന്നത്തുകളും പാലിച്ചിട്ടുള്ള വുളൂവിന്റെ നിസ്കാരവും അല്ലാത്ത നിസ്കാരം തമ്മിൽ മാറ്റല്ലേ? എത്രയോ മാറ്റുണ്ട്. സുന്നത്തുകൾ പാലിക്കാനൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഇല്ല. നമുക്ക് തോന്നാണ് അങ്ങനെ പ്രയാസമുണ്ട്. അഊദും ബിസ്മിയൊക്കെ ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്ന ദിക്റും ചൊല്ലിയിട്ട് കൈ കഴുകിക്കൊണ്ട് തുടങ്ങാണ്. അങ്ങനെ 3 പ്രാവശ്യം കൈ കഴുകിയിട്ട് 3 പ്രാവശ്യം വായിൽ വെള്ളം കൊപ്ലിക്കലോടുകൂടെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. ഇപ്പൊ കുറെ ആൾക്കാർ കൊപ്ലിക്കൽ നടക്കും, ഏത് നടക്കൂല? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ നടക്കൂല. ചില ആളുകളൊക്കെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാന്ന് എന്ന രൂപത്തിൽ തോന്നിപ്പിക്കാൻ വേണ്ടി 2 വിരലിങ്ങനെ കാണാം മൂക്കിലേക്ക് ഇങ്ങനെ. അത് വെള്ളം കയറ്റി ചീറ്റലാകൂല, അത് വിരല് കയറ്റലാണ്. വെള്ളം ഒന്നിങ്ങനെ വലിക്കണം, വലിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിഴയണം. വലിക്കുമ്പോഴാണ് വെള്ളം കയറ്റാന്നും ഇടത്തെ കൈ കൊണ്ട് പിഴുമ്പോഴാണ് ചീറ്റാന്നും പറയുന്നത്. ഇസ്തിൻഷാഖ് എന്ന അറബിയിൽ പറയും. ഇസ്തിൻഷാഖിന്റെ സുന്നത്ത് എടുക്കുന്നവർ നോക്ക്, നിങ്ങൾ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ആ സുന്നത്ത് എടുത്താൽ മിക്ക രോഗങ്ങൾക്കും ശിഫ ഉണ്ടാവും. 5 നേരം വുളൂ എടുക്കുന്ന ആള് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാണെങ്കിൽ ആ മൂക്കിന്റെ ഉള്ളിൽ ഏതെങ്കിലും പൊടിയോ മറ്റോ കുടുങ്ങിയിട്ട് എന്തെങ്കിലും രോഗം ഉണ്ടാകുമോ? ഒരു രോഗം ഉണ്ടാവില്ല. അപ്പൊ ചില ആൾക്കാർ ജലദോഷം ഉണ്ടാകും, നേരത്തെ പിയാത്തോണ്ടാണ്. നല്ലോണം പിയണം. അങ്ങനെ ഇസ്തിൻഷാഖ് ചെയ്തുകൊണ്ട് മുഖം ശരിക്ക് കഴുകിയിട്ടുള്ള വുളൂ, മുഖം നന്നായി കഴുകണം. മുഖം കഴുകുമ്പോൾ തന്നെ സഹോദരങ്ങളെ, മുഖത്തിന്റെ അതിർത്തി മുടി മുളക്കുന്ന സ്ഥലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുടി മുളക്കുന്ന സ്ഥലത്തിന്റെ കുറച്ചുകൂടി അപ്പുറത്തുനിന്ന് കഴുകിയെങ്കിലേ മുടി മുളച്ച സ്ഥലം കഴുകിയതാകൂ. മുടി മുളക്കുന്ന കൃത്യമായ സ്ഥലം നോക്കിയിട്ട് കഴുകരുത്, കുറച്ചുകൂടി മേലോട്ടുനിന്ന് കഴുകണം. അപ്പോഴാണ് ആ സ്ഥലം കഴുകി എന്ന് പറയുക. അത് ശരിക്കും ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഈ ഫേസ് മാത്രം നനഞ്ഞാ പോരാ. മുടി മുളക്കുന്ന സ്ഥലം കഴുകി എന്ന് ഉറപ്പാകണമെങ്കിൽ നിർബന്ധമാണ് ഒരു ഇത്ര അല്ലെങ്കിൽ ഒരു അര ഇഞ്ചിന്റെ കണക്ക് മേലോട്ട് കഴുകണം. മേലോട്ട് ഇങ്ങനെ കഴുകിയെങ്കിലേ മുടി മുളക്കുന്ന സ്ഥലം കഴുകി എന്ന് ഉറപ്പാകൂ. 2 ഈ ചെവിക്കുറ്റിയുടെ ഭാഗവും നനയണം. അപ്പോഴേ ചെവിയോട് അടുത്തുള്ള ഭാഗം നനഞ്ഞു എന്ന് ഉറപ്പാകൂ. കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാ പോരാ. ശരിക്ക് വെള്ളം ഇങ്ങനെ ഇതിലെങ്ങനെ ഒലിച്ചിറങ്ങണം. ആ രീതിയിൽ വെള്ളം കോരിയെടുത്തിട്ട് മുടി മുളക്കുന്നതിന്റെ മേൽഭാഗത്തുനിന്ന് ഇങ്ങനെ കഴുകി താഴോട്ടാക്കണം. 3 പ്രാവശ്യം കൊണ്ട് ആ ഭാഗത്തൊന്നും വെള്ളം ഒലിച്ചിട്ടില്ല, തികഞ്ഞിട്ടില്ല. 4 പ്രാവശ്യം കൊണ്ടും ആക്കണം. എന്നാലും വെള്ളം ശരിക്കും നനഞ്ഞു ഒലിച്ചിറങ്ങണം.
നനഞ്ഞാ പോരാ, നനഞ്ഞു ഒലിക്കണം. ഒലിക്കൽ ഷർത്താണ്. കഴുകപ്പെടുന്ന അവയവങ്ങളുടെ വെള്ളം ഒലിച്ചിറങ്ങണം. നനഞ്ഞാ പോരാ. മുഖത്തിന്റെ ഭാഗത്ത് നെറ്റിയൊക്കെ നനഞ്ഞു എന്നായാൽ പോരാ, ഒലിച്ചിറങ്ങണം. അത് തന്നെ നോക്ക് നിങ്ങൾ. താടി ഇല്ലാത്ത ആൾക്കാർ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം. താടിയുള്ള ആൾക്കാർക്ക് കുറഞ്ഞ ഭാഗം കേൾക്കിയാൽ മതി. അതൊരു ഭാഗ്യമാണ്. നാളെ മുതൽ താടി വെച്ചോളൂ. താടിയുള്ള ആൾക്കാർ ഇപ്പൊ ഈ താടിന്റെ ഉൾഭാഗം കേൾക്കൽ നിർബന്ധമല്ല. നിങ്ങൾ അവിടുന്ന് നോക്കിയിട്ട് എന്റെ താടിന്റെ ഉള്ളു കാണുന്നുണ്ടോ? അത്ര വേണമെന്നില്ല, അടുത്ത് നോക്കിയാൽ മതി. ഉൾഭാഗം കാണാത്ത തിങ്ങിയ താടി അത് തിക്കാറ്റുന്ന സുന്നത്തേ ഉള്ളൂ, നിർബന്ധമല്ല. നോക്കിയിട്ട് ഉള്ളു കാണുന്ന താടിയാണെങ്കിൽ കട്ടി കുറഞ്ഞ താടിയാണ്, അത് ഉള്ളു ശരിക്ക് വെള്ളം ശരിക്ക് കേണ്ടി വരും. താടിയില്ലാത്ത ആളുകള് ആ ഭാഗം കൂടി കറക്റ്റായി ശരിക്ക് വെള്ളം ഒലിച്ചിറങ്ങണം. അപ്പൊ നമുക്കിതാ ഈ കാണുന്ന ഈ ഫേസിന്റെ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ കുറഞ്ഞ ഭാഗം മാത്രം വെള്ളം ഒലിച്ചിറങ്ങിയാൽ മതി. അതല്ലേ അതുകൊണ്ട് വെക്കുന്നൊരു സുഖം. അതുകൊണ്ട് മുഖം കൈകല് വേഗം നടക്കും. താടില്ലാത്തവരെക്കാളും കുറഞ്ഞ വെള്ളം കൊണ്ട് താടിയുള്ളവർക്ക് കൈകാനും കഴിയും. പിന്നെ ഒരു എക്സ്ട്രാ സുന്നത്തിനാണ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ താടിന്റെ അടിയിലൂടെ ഇങ്ങനെ തിക്ക കയറ്റാൻ വേണ്ടി കേൾക്കുന്നത്. ആ സുന്നത്തുകൂടി കിട്ടാൻ. കൈ കേൾക്കുന്ന ആള് ഈ മുട്ടിന്റെ ഭാഗം കറക്റ്റായിട്ട് കേൾക്കിയ പോരാ, കുറച്ചുകൂടി മേൽഭാഗത്തുനിന്ന് കഴുകണം, എങ്കിലേ മുട്ട് കേൾക്കി എന്ന് പറയുള്ളൂ. ആ ഭാഗത്തിന്റെയും മേലെ കയറ്റി കേൾക്കുമ്പോഴാണ് കയറ്റി കേൾക്കി എന്നുള്ള സുന്നത്ത് കിട്ടുക. ഇപ്പൊ ഇതല്ലേ കൈയിന്റെ മുട്ട്, കുറച്ചുകൂടി ഇതാ ഒരു ഇത്ര മേലോട്ട് കേൾക്കണം, അപ്പോഴാണ് മുട്ട് കേൾക്കി എന്ന് ഉറപ്പാകുക. നിർബന്ധ അതിന്റെയും മേലോട്ട് കേൾക്കുമ്പോഴാണ് കയറ്റി കേൾക്കി എന്നുള്ള സുന്നത്ത് കിട്ടുക. ഞെരിയാണി ഉൾപ്പെടെ കേൾക്കണ്ടേ? ഞെരിയാണിന്റെ കുറച്ചുകൂടി, ഞെരിയാണി എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവില്ലേ? ഞെരിയാണി ഉൾപ്പെടെ കേൾക്കണം, കുറച്ചുകൂടി മേലോട്ട് കേൾക്കണം. അതിനും മേലോട്ട് കേൾക്കുമ്പോഴാണ് കയറ്റി കേൾക്കി എന്നുള്ള സുന്നത്ത് കിട്ടുക. അങ്ങനെയാണ്. ചെവി തടവുന്ന എത്ര പ്രാവശ്യം തടവേണ്ടത്? 3 അല്ല, തത്വത്തിൽ 7 ഉണ്ട്. ചെവി ആദ്യം ഈ കാണുന്ന ചുളിഞ്ഞ ഭാഗല്ലേ, അത് 3 പ്രാവശ്യം വെള്ളം കൊണ്ട് തടവണം. പിന്നെ ഒരു കുഴിയില്ല ഇവിടെ, കുടിക്ക് സ്പെഷ്യൽ 3 വെള്ളം കൊണ്ട് വേറെ 3 തടവലുണ്ട്. പിന്നെ 7ാമത്തെ വക മൊത്തം ഒന്ന് നനച്ചിട്ട് മൊത്തം ഒന്ന് തടവലുണ്ട്. അപ്പൊ എത്ര? 7 7 വട്ടം. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞറിയോ? ഹദീസിൽ പറഞ്ഞല്ല, അസ്ബിഗിൽ വുളൂ, പൂർണ്ണ ഉളു എടുക്കണം. ഇതൊക്കെ ഉൾപ്പെടുത്തിയ ഉളുവിനാണ് എന്ത് പറയാ? പൂർണ്ണ ഉളു എന്ന് പറയാം. അപ്പോഴാണ് ആ നിസ്കാരത്തിനൊരു വേറിട്ട ഭംഗി കിട്ടുക. കാലും കഴുകിയിട്ട് ഒരു തുള്ളി വെള്ളവും കൊടയാതെ തോർത്താതെ ഖിബിലാക്ക് തിരിഞ്ഞു നിന്ന് 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിയിട്ട് 3 പ്രാവശ്യം ദ്വാർക്കേണ്ട ദുആ ചെയ്തതിന് ശേഷം 3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന സൂറത്ത് കൂടി ഓതിയിട്ട് വേണം സുന്നത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതൊക്കെ നിർവഹിക്കണം. അപ്പോഴേ ഉളൂ പൂർണ്ണാകുള്ളൂ. അതിനിടയിൽ ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ഉളൂ എടുക്കുന്ന ആള് ഉളൂയിൽ മുഴുകണം. ആവശ്യത്തിലധികം വെള്ളം ചെലവഴിക്കരുത്, പാകത്തിന് മാത്രം വെള്ളം ചെലവഴിക്കണം. ആ ഉളൂയിൽ നിന്ന്, കഴുകിയ വെള്ളത്തിൽ നിന്ന്, ഉറ്റി വീഴുന്ന വെള്ളത്തിൽ നിന്ന് ഒരൽപ്പം, 1 തുള്ളിയോ 2 തുള്ളിയോ ആണെങ്കിൽ അത്രയെങ്കിലും കുടിക്കണം. അത് സുന്നത്താണ്. ലിഖബരി ഇന്ന ഫീഹി ശിഫാഅൻ, ഉളൂ എടുത്ത് ഉറ്റി വീഴുന്ന വെള്ളത്തിൽ, ഉളൂ എടുത്ത വെള്ളത്തിൽ ശിഫയുണ്ട്, എല്ലാ രോഗങ്ങൾക്കും അതിൽ ശമനമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഇബാദത്ത് എടുത്ത വെള്ളല്ലേ, അതിന് മഹത്വം വേറുണ്ട് അല്ലേ? കാലിന്റെ അടിയിൽ നിന്ന് പൊട്ടിയൊഴുകിയ വെള്ളമല്ലേ സംസം അല്ലേ? കാലിട്ടടിച്ചിട്ട് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലടിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറക് കൊണ്ട് മാന്തിയെടുത്തിട്ട് അവിടെ പൊട്ടിയ നീരുറവയാണ് മാഉ സംസം. കാലിട്ടടിച്ചിട്ട് വന്ന വെള്ളം, അതിനെത്ര മഹത്വമുണ്ട്, എത്ര ശ്രേഷ്ഠത ഉണ്ട്, എത്ര ബഹുമാനുണ്ട്, പറഞ്ഞാ തീരാത്ത ബഹുമാനുണ്ട്. ഉളൂവിന്റെ വെള്ളത്തിനുണ്ട് അത്രയും വലിയ ബഹുമാനം. അങ്ങനെ പൂർണ്ണമായിട്ട് നീ ഉളു എടുക്കണം.